ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സാറിന് ഒട്ടേറെ ഒരു പിന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഏതാണ്ട് ഞാൻ പഠന ഗവൺമെൻറ് UP സ്കൂൾ തൊട്ടാണ് പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയത്. കോഴിക്കോട് അല്ല, കാസർഗോഡ് കാസർഗോഡ്. അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് വരെ ഫസ്റ്റ് ടു 7th സ്റ്റാൻഡേർഡിൽ ആണല്ലോ പ്രൈമറി സെക്ഷൻ. അന്ന് ഈ സ്കൂളിൻ്റെ സാഹിത്യ സമാജം സെക്രട്ടറി സ്ഥാനത്തേക്കുള്ളൊരു മത്സരം വന്നപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കെതിരായി ഞാൻ മത്സരിച്ചു. അന്ന് ഏതാണ്ട് മൊത്തം കുട്ടികൾ വോട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വോട്ടിന് ഞാൻ ജയിച്ചു. അന്ന് സാഹിത്യ സമാജം ഗവൺമെൻറ് UP സ്കൂൾ സാഹിത്യ സമാജം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഏത് കാലഘട്ടമാണ് സാർ? ഇത് ഷുഡ് ബി അറൗണ്ട് 73-68 സമയം. അതാണ് ഒരു 68. സാറ് പിന്നെ എത്ര സഹോദരങ്ങൾ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? സഹോദരങ്ങൾ ഞങ്ങൾ 3 സിസ്റ്റേഴ്സും 5 ബ്രദേഴ്സും. അച്ഛൻ മദർ നാട്ടിലായിരുന്നു, അദ്ദേഹം പണ്ഡിതനായിരുന്നു. അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. കഥയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ് സാറിലൂടെ ഈ അതിന് പാണ്ഡിത്യം എന്നതിലുപരി എന്താണ് പറയാം, ഡയറക്ഷൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു വലിയ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ശിക്ഷണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്. ആ സാമൂഹിക പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ മദ്രസത്തിൽ ഞാൻ ഏതാണ്ട് ഹൈസ്കൂളിലെ പ്രവേശനം തുടങ്ങിയ മുതൽ ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷൻ, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഏതാണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിലാകർഷണം തോന്നാനുള്ള കാരണം? അതിന് ആകർഷണം തോന്നാൻ കാരണം കൊച്ചുകാലം തൊട്ടേ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുകയും മുസ്ലിമിൻ്റെ അനുഭാവികളായി ജീവിക്കുന്ന നാടായിരുന്നു, കുടുംബമായിരുന്നു. അതോടനുബന്ധിച്ചിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനോടൊന്ന് ഒരു പ്രത്യേക നില ആകർഷണം ഉണ്ടായി. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രവർത്തിച്ചു. അവിടെ 9ാം ക്ലാസ് പഠിക്കുന്ന പഠന മദ്രസമാനിയ ഹൈസ്കൂൾ MSF സെക്രട്ടറിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബോംബെയിലോട്ട് വന്നു. അപ്പോൾ തന്നെ ബോംബെയിലോട്ട് തിരിച്ചു. 73 കാലഘട്ടത്തിലാണ് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ 1973. അതിനോട്ട് ബോംബെയിൽ വന്നു. വരാനുള്ള കാരണം ബോംബെയിൽ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ല, ബന്ധുക്കൾ സാധാരണ നാട്ടിൽ പലപ്പോഴും ഉള്ള പോലെ ഒന്ന് മിക്കവാറും ആളുകൾ, കേരളത്തിലെ ആളുകൾ ബോംബെ ഇന്ന് ഗൾഫൊക്കെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇതിന് ഫാസ്റ്റായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ബോംബെ വളരെ പ്രശസ്തമായിരുന്നു. ബോംബെയിൽ ബന്ധുക്കൾ ഇഷ്ടംപോലെ, ജ്യേഷ്ഠന്മാർ, ഞാൻ പറഞ്ഞ പോലെ അളിയന്മാരൊക്കെ ബോംബെയിലുണ്ടായിരുന്നു. രാത്രി ബോംബെയിൽ വന്ന് തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹമായിട്ടായിരുന്നു. പക്ഷെ ഏതാണ്ട് ഒരു കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള ഒരു എന്തുകൊണ്ടോ അവസരം ബിസിനസ്സുമായിട്ട് ബന്ധുക്കളായിട്ട് ഇടങ്ങി അവിടെ ബിസിനസ്സിലേക്കൊക്കെ ചെന്നപ്പോൾ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. എങ്കിൽ തന്നെയും ട്യൂഷൻ ക്ലാസ്സിലും പോലെ മറ്റ് ക്ലാസ്സുകളിലൊക്കെ പോയി പഠിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എക്സൽസർ സിനിമ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞു. 76 വരെ ഞാൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1976 ഒരു നവംബർ മാസം സൗദി അറേബ്യയിലേക്ക് പോകുന്നു. അത് ഈ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്? യെസ്, ആ സമയത്താണ്. അന്ന് ആ സമയത്തൊക്കെ കൊച്ചു പ്രായത്തിലേക്ക് ഓട്ടാണ്, എവിടെയെങ്കിലും ലോകം ചുറ്റണം. അങ്ങനെ തോന്നി, അവസരം കിട്ടി, സൗദി അറേബ്യയിലോട്ട് പോയി. അവിടെ എവിടെയാ സൗദി അറേബ്യയിൽ? സൗദി അറേബ്യയിൽ ഞങ്ങൾ അറംകോ ക്യാമ്പിലായിരുന്നു. അറംകോ എന്ന് വെച്ചാൽ അമേരിക്കൻ ഓയിൽ കമ്പനി. ഈ അമേരിക്കൻ കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കൻ സ്വാധീനം അപ്പോഴും സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? ആ
ആ സമയത്ത് വളരെ പ്രശസ്തമായിട്ട് അവിടെ വർക്ക് ചെയ്താണ് പ്രധാനപ്പെട്ട കമ്പനിയാണ് അറാംകോ. അത് വലിയൊരു ഷെയർ എന്ന ഈ അറാംകോ എന്ന് ഉദ്ദേശിച്ച അമേരിക്കൻ ആയിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ കുറഞ്ഞ് മിക്കവാറും അത് സൗദി വൽക്കരിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അമേരിക്കയിലെ ലിങ്ക് വളരെ ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യ അമേരിക്കയിലെ വളരെ ഗാഢമായ ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഏതാണ്ട് അറാംകോനെ സംബന്ധിച്ചിട്ട് ഏതാണ്ട് 100-500 സബ് കോൺട്രാക്ടേഴ്സ് കാണും അവിടെ ക്യാമ്പിൽ. അവിടെ ഡ്രില്ലിങ്, കാറ്ററിങ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, മെയിൻ്റനൻസ്, ട്രാൻസ്പോർട്ട്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വ്യത്യസ്ത കമ്പനികളുണ്ട്. സാറിനെ സംബന്ധിച്ച് എന്ത് ജോലിയായിരുന്നു അവിടെ? ഞങ്ങളുടെ അറാംകോ ക്യാമ്പിൽ ഞങ്ങളുടെ പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയുടെ ജോബ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അവിടെയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ അവിടെ ഞങ്ങൾ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ആദ്യം സ്റ്റോറിലായിരുന്നു. ഞാനിവിടെ നിന്ന് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് പോകുന്നൊരു റൂം ബോയ് ആയിട്ടാണ് പോകുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ പോയിട്ട് റൂം ബോയ് ആയിട്ട് ജോബ് തുടങ്ങി. ഏതാണ്ട് 2 മാസം കൊണ്ട് പ്രൊമോഷൻ, സ്റ്റോർ ക്ലീനിങ് മെറ്റീരിയൽ, നോൺ ഫുഡ് സ്റ്റോർ കീപ്പറായിട്ട് പ്രൊമോഷൻ കിട്ടി. അതിനുശേഷം സ്റ്റോർ കീപ്പറായി, ഹെഡ് സ്റ്റോർ കീപ്പറായി. പിന്നെ ഏതാണ്ട് 1985 കമ്പനി ഞാൻ വിടുന്ന സമയത്ത് ക്യാമ്പസ് ആയിരുന്നു. ക്യാമ്പസ് എന്ന് ഉദ്ദേശിച്ച് ക്യാമ്പ് മാനേജർ. അന്നില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ജോബ് ഒഴിവാക്കി ബോംബെയിലോട്ട് വന്നു. അപ്പം വന്ന് 86 മുതൽ ഞാൻ വീണ്ടും ബോംബെയിലാണ്.